2 വർഷം തികഞ്ഞിരിക്കുന്നു. ഹമാസ് നടത്തിയ ആക്രമണത്തെ മറയാക്കി ഗസ എന്ന കൊച്ചു മുനമ്പിനെ ഫലസ്തീനികളുടെ ശവപ്പറമ്പാക്കി ഇസ്രായേൽ മാറ്റിയിട്ട് അവരെ ഇനിയും അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത കൂട്ടക്കുരുതിയിലേക്ക് തള്ളിയിട്ടിട്ട് ആധുനിക ലോകക്രമത്തിൽ കൺമുന്നിൽ ഒരു വംശഹത്യ അരങ്ങേറിയിട്ടും ലോകരാജ്യങ്ങൾ എന്തു ചെയ്തു? കാഴ്ചക്കാരാവുകയല്ലാതെ. പരിഷ്കൃത ലോകത്തിന്റെ ഒരു നിബന്ധനകളും വകവയ്ക്കാതെ ഇസ്രായേൽ തുടരുന്ന ക്രൂരാക്രമണങ്ങളിൽ ഇനി എത്ര ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടും? എത്ര മനുഷ്യർ അഭയാർത്ഥി ജീവിതത്തിന്റെ നിത്യമായ അനിശ്ചിതത്വത്തിലേക്ക് തള്ളപ്പെടും? ഓമനിച്ച് കൊതി തീരും മുൻപേ സ്വന്തം കുഞ്ഞിന്റെ മയ്യത്ത് എത്ര ഉമ്മമാർക്കും ഉപ്പമാർക്കും കാണേണ്ടി വരും? വെള്ളവും ഭക്ഷണവും ഇല്ലാതെ എത്ര പിഞ്ചോമനകൾക്ക് പിടഞ്ഞു മരിക്കേണ്ടി വരും? ആർക്കും ഉത്തരമില്ല. ഈ കൊടും ക്രൂരതകളുടെ പരമ്പരകൾക്കിടയിലും സയനിസ്റ്റ് രാജ്യത്തിന് അമേരിക്ക ഉൾപ്പെടെ നൽകുന്ന പിന്തുണ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അടുത്തിടെ വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനം ഓർമ്മയില്ലേ? സമാധാന പദ്ധതി എന്ന പേരിൽ നെതന്യാഹുവിന് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ അമേരിക്ക അവതരിപ്പിച്ച ആ കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നാണ് ട്രംപ് വാക്ക് നൽകിയത്. ഒരു ജനതയ്ക്ക് മേൽ കൊടും ക്രൂരത വിതച്ചു മുന്നേറുന്ന ക്രിമിനൽ കുറ്റത്തോട് ഇത്രമേൽ ഇതുവരെ ലോകം നിസ്സംഗമായി നോക്കി നിന്നിട്ടുണ്ടാകുമോ? ഒക്ടോബർ 7 ഹമാസ് എന്ന ഫലസ്തീൻ വിമോചന സായുധ സംഘം അധിനിവേശ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരന്തര അതിക്രമത്തിനെതിരെ ആക്രമണം നടത്തിയത്. 1973 യോം കിപ്പൂർ ആക്രമണത്തിന് ശേഷം ആ സയനിസ്റ്റ് രാജ്യം ഇത്രമേൽ ഞെട്ടിയ മറ്റൊരു ദിനം ഉണ്ടായിട്ടുണ്ടാകില്ല. കാരണം അന്ന് ഹമാസ് പോരാളികൾ പൊളിച്ചടുക്കിയത് അതുവരെ കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന ഇസ്രായേലിന്റെ സകല സുരക്ഷാ സംവിധാനങ്ങളെയുമായിരുന്നു. ലോകത്തിനു മുന്നിൽ ഇസ്രായേലിന്റെ എല്ലാ വീരവാദങ്ങളെയുമാണ് അന്നവർ തച്ചുടച്ചത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഏകദേശം 1139 പേർ കൊല്ലപ്പെട്ടു. 251 പേരെ ഹമാസ് ബന്ദികളാക്കി. 23 ലക്ഷം മനുഷ്യരുടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കി അവരെ ഒരു തുറന്ന ജയിലിലാക്കി മാറ്റിയ അധിനിവേശ ശക്തിയോടുള്ള ചെറുത്തുനിൽപ്പും വെല്ലുവിളിയുമായിരുന്നു ആ ആക്രമണം. അതായത് ഗസ എന്ന 360 ചതുരശ്ര കിലോമീറ്റർ മുനമ്പിലേക്കുള്ള ഭക്ഷണത്തിന്റെ അളവിനെ പോലും തീരുമാനിച്ചിരുന്ന ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തോടുള്ള മുന്നറിയിപ്പായിരുന്നു അത്. ഒക്ടോബർ 7 ശേഷം പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹമാസ് ആണെന്ന പ്രചാരണവുമായിട്ടായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഭരണകൂടങ്ങൾ തൊട്ടുപിന്നാലെ രംഗത്തിറങ്ങിയത്. ഒക്ടോബർ 7 ആക്രമണം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യ ശാന്തമാണെന്ന നിലയ്ക്കായിരുന്നു തീവ്ര വലതുപക്ഷക്കാരും ജൂത ലോബികളും അവരുടെ ശിങ്കിടികളും പ്രചാരണം ആരംഭിച്ചത്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങളെല്ലാം 2023 ഒക്ടോബർ 7 ആരംഭിച്ചത് എന്ന നിലയ്ക്കായിരുന്നു ജോ ബൈഡൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകളും. തുടർന്നങ്ങോട്ട് ഇസ്രായേലിന്റെ നരനായാട്ട് ലോകം കണ്ടു. ദ റൈറ്റ് ടു ഡിഫെൻഡ്, പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം, അതായിരുന്നു അവർ പറഞ്ഞ ന്യായം. ആദ്യം വ്യോമാക്രമണം, 2023 ഒക്ടോബർ 27 കര അധിനിവേശവും. ദിനം പ്രതി മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 2023 നവംബർ 23 മുതൽ 7 ദിവസം നീണ്ടുനിന്ന താൽക്കാലിക വെടിനിർത്തലും 2025 ജനുവരി 19 മുതൽ മാർച്ച് 18 വരെ നീണ്ടുനിന്ന വെടിനിർത്തലും മാറ്റി നിർത്തിയാൽ ഇക്കഴിഞ്ഞ 730 ദിവസങ്ങളിൽ 630 ദിവസവും ഇസ്രായേലിന്റെ നിരന്തര ബോംബിങ്ങുകൾക്കിടയിലായിരുന്നു ഗസൻ ജനത കഴിഞ്ഞിരുന്നത്. ഏകദേശം 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 67,139 മനുഷ്യർ കൊല്ലപ്പെട്ടു. അതിൽ 48,000 പേരും സ്ത്രീകളും കുട്ടികളും. പട്ടിണി കിടന്ന് മരിച്ചത് 154 കുട്ടികളടക്കം 459 മനുഷ്യരാണ്. 1,69,580 പേർക്ക് പരിക്കേറ്റു. മുഴുവൻ ജനതയും കുടിയിറക്കപ്പെട്ടു. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, ചികിത്സിക്കാൻ ആശുപത്രികളോ ജീവൻ രക്ഷാ മരുന്നുകളോ ഇല്ല. എല്ലാം തകർക്കപ്പെട്ടു കഴിഞ്ഞു. ആകെയുണ്ടായിരുന്ന 36 ആശുപത്രികളിൽ 14 മാത്രമാണ് ഇന്ന് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. കിടക്കാൻ സുരക്ഷിതമായൊരിടമില്ലാതെ ഓരോ നിമിഷവും ഫൈറ്റർ ജെറ്റുകളുടെ കാതടപ്പിക്കുന്ന ഒച്ചയിൽ ഭയന്ന് കഴിയുകയാണ് അവശേഷിക്കുന്ന ഫലസ്തീൻ ജനത. 2ാം ലോക യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ അധികം ബോംബുകൾ ഇതിനോടകം ഗസയിൽ ഇസ്രായേൽ പ്രയോഗിച്ചു കഴിഞ്ഞു. 75,000 ടൺ ബോംബുകളാണ് ആ ചെറുമുനമ്പിൽ സയനിസ്റ്റ് സൈന്യം വർഷിച്ചത് എന്നാണ് കണക്ക്. 1500-ലധികം ആരോഗ്യ പ്രവർത്തകരെയും 270-ലധികം മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേലി സൈന്യം വധിച്ചു. കൂട്ടക്കുരുതികളുടെ നീണ്ട പരമ്പര അരങ്ങേറുമ്പോഴും കേവലം പാഴ്വാക്കുകളല്ലാതെ ആത്മാർത്ഥമായ ഒരു ഇടപെടലിനും ആരും തയ്യാറായിട്ടില്ല.
UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്നത് വിസ്മരിക്കുന്നില്ല. എന്നിരുന്നാലും നിലവിലെ വംശഹത്യയിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കാൻ അവരുടെ മേൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. റഷ്യയ്ക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ എടുത്ത നടപടികളുടെ ഒരണുവെങ്കിലും ഇസ്രായേലിനെതിരെ എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. ചുരുക്കത്തിൽ സമീപകാലത്ത് ലോകം സാക്ഷ്യം വഹിച്ച വംശഹത്യയിൽ അധിനിവേശ ശക്തിക്കൊപ്പം വേട്ടക്കാരനൊപ്പം പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിലകൊള്ളുന്നതാണ് കാഴ്ച.